IPL ഇന്ന് സൂപ്പർ സൺഡേ. രണ്ട് മത്സരങ്ങളിൽ ആദ്യത്തേത് ഗുജറാത്ത് ടൈറ്റൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ്. ഓരോ ജയവും പരാജയവും ഏറ്റുവാങ്ങിയ ടീമുകളാണ് ഇരുവരും. വൈകിട്ട് 7:30 നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. ഹരി, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് സൂപ്പർ സൺഡേ ആണ് IPL. ഒരു ജയവും ഒരു പരാജയവും, അങ്ങനെ മാറി മാറി വിജയപരാജയങ്ങൾ, അതിൻ്റെ രുചികൾ നുണഞ്ഞ ടീമുകളുടെ മത്സരം. അതുകൊണ്ട് തന്നെ അത്യന്തം വാശിയേറിയ ഒരു മത്സരമാകും ഇന്നത്തെ രണ്ട് മത്സരങ്ങളും, അല്ലേ? തീർച്ചയായും KP, ഇന്ന് IPL 4 മത്സരങ്ങളാണുള്ളത്. സൂപ്പർ സൺഡേ ആയതിനാൽ 2 മത്സരങ്ങളുണ്ട്. ഇന്ന് ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. 3:30 അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. മത്സരം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഗുജറാത്ത് ആണെങ്കിൽ കഴിഞ്ഞ ഒരു മത്സരം പരാജയപ്പെട്ടതിന് ശേഷം വരികയാണ്. സൺറൈസേഴ്സ് ആവട്ടെ മുംബൈ ഇന്ത്യൻസിനെ പടുകൂറ്റൻ സ്കോറിൽ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് സൺറൈസേഴ്സ് ഇന്ന് കളിക്കാനിറങ്ങുന്നത്. 277 റൺസ്, IPL തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ആവേശത്തിലാണ് സൺറൈസേഴ്സ് ഗുജറാത്തിനെ നേരിടുന്നത്. ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് ശൈലി ലേശം മോശമായി തുടരുന്നതിലാണ്, അവർക്ക് ഫോം കണ്ടെത്തലാണ് അവർ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നത്. ഇന്ന് തീർച്ചയായും നല്ലൊരു തകർപ്പൻ മത്സരം തന്നെ ഹൈദരാബാദിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത മത്സരത്തിൽ 7:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് നേരിടുന്നത്. ചെന്നൈ ആവട്ടെ 3ാം ജയം തേടി ഇറങ്ങുമ്പോൾ ഡൽഹി ആദ്യ ജയത്തിന് വേണ്ടിയാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഡൽഹിക്ക് ജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചെന്നൈ ആണെങ്കിൽ തകർപ്പൻ ഫോമിൽ വരുന്ന മത്സരങ്ങളിലെല്ലാം ചെന്നൈക്ക് ജയിക്കാൻ കഴിയുന്നുണ്ട്. ഹരി പറഞ്ഞതുപോലെ തന്നെ 2 മത്സരങ്ങളും അത് സൂപ്പർ മത്സരങ്ങളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഹരി പറഞ്ഞതുപോലെ തന്നെ ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും താളം കണ്ടെത്തിയ സന്തുലിതമായൊരു ടീമാണ്. എന്നാൽ ഗുജറാത്ത് ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ബാറ്റിങ്ങിലും ബോളിങ്ങിലായാലും മികച്ച താരങ്ങളുണ്ടെങ്കിലും ഫോമിൽ പല താരങ്ങളും എത്താത്തത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മത്സരഗതിയെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ടീമുകളുടെയും ബാറ്റിങ്ങും ഒപ്പം ബൗളിങ്ങും നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെ ബാറ്റിങ്ങിൽ അവരെ ക്യാപ്റ്റൻ തന്നെ ഫോം ഔട്ട് ആയ ഒരു സ്ഥിതിയിലാണ്. ക്യാപ്റ്റൻ തന്നെ ബാറ്റിങ്ങിൽ വലിയ രീതിയിലുള്ള താളം കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനെ പറ്റി പറഞ്ഞാൽ ഹൈദരാബാദിനാണെങ്കിൽ തന്നെ ബാറ്റിങ്ങിൽ അവരെ എല്ലാ താരങ്ങളും മികച്ച ഫോമിൽ തന്നെയാണ്. അത് കഴിഞ്ഞ മുംബൈയിനോടുള്ള മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഏറ്റവും ടോപ്പ് സ്കോർ 277 റൺസാണ് ഹൈദരാബാദ് മുംബൈക്കെതിരെ നേടിയത്. കഴിഞ്ഞ ബാംഗ്ലൂരിൻ്റെ റൺസാണ് ഹൈദരാബാദ് കഴിഞ്ഞ ഒരു മത്സരത്തോടു കൂടി ആ റെക്കോർഡാണ് തകർത്തത്. പക്ഷേ ഗുജറാത്തിനാവട്ടെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും താളം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ഇന്ന് അഹമ്മദാബാദിൽ നടക്കുന്നതുകൊണ്ട്, അവരുടെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഗുജറാത്തിന് മേൽക്കൈ കൂടുതലാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.